മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ധാരണയായി. രാജ്യസഭയിൽ ഒരു സീറ്റ് നൽകാമെന്ന് അറിയിച്ചതായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. ഈ മാസം 27 മലപ്പുറത്ത് ചേരുന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാം സീറ്റ് വിഷയത്തിൽ ആലുവയിൽ നടന്ന ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മലപ്പുറവും പൊന്നാനിയും കൂടാതെ മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിലാണ് കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച ആലുവയിൽ നടന്നത്. മൂന്നാമത് ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭയിൽ രണ്ടാമതൊരു സീറ്റ് കൂടി നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു. ഇക്കാര്യത്തിൽ 27-ന് മലപ്പുറത്ത് ചേരുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷം മുസ്ലിം ലീഗിന്റെ തീരുമാനം അറിയിക്കുമെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവരെടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. ചർച്ച തൃപ്തികരമായിരുന്നുവെന്നും തീരുമാനം 27-ന് അറിയിക്കാമെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിയിച്ചിരുന്നു. നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു. 27-ന് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഉഭയകക്ഷി ഈ ചർച്ചകൾ പൂർത്തിയാക്കി. മുസ്ലിം ലീഗ് അവരുടെ പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം നാളത്തെ കഴിഞ്ഞാൽ 27-ാം തീയതി അത് ഫൈനലാവും. അത് കഴിഞ്ഞാൽ കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമായിട്ടുള്ള നടപടിക്രമങ്ങൾ 27-ാം തീയതി ആരംഭിക്കും. ഇക്കാര്യത്തിൽ ഇനി ചർച്ചയില്ലെന്ന് കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ വ്യക്തമാക്കുമ്പോൾ നിർദ്ദേശം ലീഗ് അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. UDF-ൽ നിന്നും LDF-ൽ പോയ ജോസ് കെ മാണിയുടെ സീറ്റാണ് രാജ്യസഭയിൽ കോൺഗ്രസിന് ഇനി ഒഴിവ് വരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.